Hi all, hearty welcome to our spoken English class. ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് വാക്കുകളാണ്. രണ്ട് വാക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ നന്നായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പം നമുക്ക് ആ വാക്കുകൾ പഠിക്കാം, അതിൻ്റെ പ്രയോഗ രീതികളും ഏതെല്ലാം രീതിയിൽ നമുക്കത് സെൻറ്റൻസുകളിൽ ഉപയോഗിക്കാമെന്നും എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാമെന്നും നമുക്ക് നോക്കാം. അപ്പം ഈ രണ്ട് വാക്കുകളിൽ ആദ്യത്തെ വാക്കാണ് മേ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിച്ചു വരുന്നൊരു വാക്കാണ്. അത് സാധാരണ പ്രസന്റിലാണ് ഉപയോഗിക്കാറുള്ളത്, പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കാറുള്ളത്. ഒന്നാമതായി മേ എന്ന് പറയുന്നത് പോസിബിലിറ്റിയെ കാണിക്കാനായിട്ട് ഉപയോഗിക്കും. മേ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പോസിബിലിറ്റിയെ കാണിക്കാനായിട്ട്, അതായത് ഒരു സാധ്യതയെ കാണിക്കുന്നതിന്. അപ്പോൾ മേ എന്നത് ഈ സാധ്യത എന്നർത്ഥത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. മേ ഉപയോഗിക്കുന്നത് പ്രസന്റ് ടെൻസിൽ വർത്തമാനകാലത്തിലാണ്. കൂടാതെ അത് സാധ്യത കൂടിയ കാര്യങ്ങളെ, ഹയർ പോസിബിലിറ്റിയെ കാണിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് മേ റെയിൻ ടുനൈറ്റ് ബട്ട് ഐ എം സ്റ്റിൽ ഗോയിങ് ടു ദ കോൺസേർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി മഴ പെയ്യാൻ നല്ല സാധ്യതയുണ്ട്, എങ്കിലും ഞാൻ കച്ചേരിക്ക് പോകുന്നു. ഇവിടെ സാധ്യത കൂടുതലാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് മേ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ മേ സീ ഹിം ടുമോറോ ബിഫോർ ഷീ ലീവ്സ്. നാളെ അവൾ പോകുന്നതിന് മുമ്പ് അവനെ കാണാൻ സാധ്യത കൂടുതലാണ് എന്നാണ് ഈ സെൻറ്റൻസിലൂടെ അർത്ഥമാക്കുന്നത്. അതായത് നാളെ അവൾ പോകുന്നതിന് മുമ്പ് അവൾ കാണും, പക്ഷേ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതാണ് ഈ സെൻറ്റൻസിലൂടെ അർത്ഥമാക്കുന്നത്. ദേ മേ കം ബൈ കാർ. അവർ കാറിൽ വരാനാണ് കൂടുതൽ സാധ്യത. അവർ വരും, പക്ഷേ അവർ വരുന്നത് കാറിലായിരിക്കും. കാറിൽ വരാനാണ് കൂടുതൽ സാധ്യത എന്ന് കാണിക്കുന്നതിനാണ് ഇവിടെ മേ ഉപയോഗിച്ചത്. There may be reasons that we don't know. നമുക്കറിയാൻ പാടില്ലാത്ത കാരണങ്ങൾ ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യത. അതായത് പല കാരണങ്ങൾ ഉണ്ടാകാമെങ്കിലും നമുക്കറിയാൻ പാടില്ലാത്ത കാരണങ്ങൾ ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യത എന്ന് കാണിക്കുന്നതിനാണ് ഇവിടെ മേ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമതായി മേ എന്ന് പറയുന്ന പദം നമുക്ക് പെർമിഷൻ, അനുവാദം ചോദിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഏത് രീതിയിലാണ് മേ എന്ന പദം അനുവാദം ചോദിക്കുന്നതിന് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മേ എന്ന പദം നമുക്ക് അനുവാദം ചോദിക്കാൻ ഉപയോഗിക്കാം, ആസ്കിങ് പെർമിഷൻ. മേ ഐ സീ യുവർ പാസ്പോർട്ട് പ്ലീസ്. ദയവായി ഞാൻ താങ്കളുടെ പാസ്പോർട്ട് ഒന്ന് കണ്ടോട്ടെ. ഇവിടെ ഒരു അനുവാദം ചോദിച്ചിട്ട് അയാളുടെ പാസ്പോർട്ട് കാണുവാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായി പെർമിഷൻ കൊടുക്കുന്നത്, അതായത് ഗിവിങ് പെർമിഷൻ. യെസ് യു മേ ടോക്ക് എന്ന് പറയുന്നതിലൂടെ നമ്മൾ പെർമിഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മേ ഐ ടോക്ക്, അതായത് ഞാൻ സംസാരിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും യെസ് യു മേ ടോക്ക്, അതെ നീ സംസാരിച്ചോളൂ എന്ന് പെർമിഷൻ കൊടുക്കുന്നു. മൂന്നാമതായിട്ട് റെഫ്യൂസിങ് പെർമിഷൻ, അതായത് അനുവാദം നിരസിക്കുന്ന രീതിയിലുള്ള സെൻറ്റൻസുകൾ നോക്കാം. നോ യു മേ നോട്ട് സ്മോക്ക് ഹിയർ. ഇല്ല, നിങ്ങളിവിടെ പുകവലിക്കരുത് എന്ന് പറയുന്ന ഈ ഒരു സെൻറ്റൻസിലൂടെ നമ്മളിപ്പോൾ ഒരു കാര്യം ചോദിക്കും, മേ സ്മോക്ക് ഹിയർ എന്ന് ചോദിക്കുന്നൊരു ചോദ്യത്തിന് നീ ഇവിടെ പുകവലിക്കരുത് എന്നുള്ള അനുവാദം കൊടുക്കുന്നത് നിരസിച്ചുകൊണ്ടുള്ള ഒരു സെൻറ്റൻസാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിരസിക്കുന്നു എന്ന് എങ്ങനെ മനസ്സിലാകും? അതിന് നമുക്കിവിടെ നിരസിക്കാനായിട്ട് മേ നോട്ട് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമതായി മേ എന്ന് പറയുന്ന പദം വിഷ് ചെയ്യുന്നതിന്, എന്തെങ്കിലും നമ്മൾ ഒരാൾക്ക് ആശംസിക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. ഒരാൾക്ക് വേണ്ടി നന്മ ആശംസിക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു പദമാണ് മേ. ഇതെങ്ങനെ സെന്റൻസിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. മേ യുവർ വിഷസ് കം ട്രൂ. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നതിനാണ് ഇവിടെ മേ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. മേ യു ബോത്ത് ബി വെരി ഹാപ്പി.
ഇത് 2 പേർക്ക് വേണ്ടിയുള്ള ആശംസയാണ്. ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാകാം, അല്ലെങ്കിൽ 2 ഫ്രണ്ട്സ് ആകാം. ആർക്കെങ്കിലും 2 പേർക്ക് ആശംസിക്കുമ്പോഴാണ് ഈ ആശംസ ഉപയോഗിക്കുന്നത്. നിങ്ങൾ 2 പേരും സന്തോഷവാന്മാരായ അല്ലെങ്കിൽ സന്തോഷമുള്ളവരായിരിക്കട്ടെ എന്നാണ് ഈ ആശംസയുടെ അർത്ഥം. ഇത് വേറെ രീതിയിലുള്ള ഒരു ആശംസയാണ്. മേ ഗോഡ് ഹെൽപ്പ് us ഇൻ ദിസ് ഹാർഡ് സിറ്റുവേഷൻ. നിങ്ങളുടെ ഈ കഠിനമായ സമയത്ത്, അതായത് ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മേ യു റിക്കവർ ക്വിക്ക്ലി. അതായത് അസുഖമായിട്ട് കിടക്കുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ആശംസയാണിത്. അതായത് നിങ്ങളുടെ അസുഖമൊക്കെ പെട്ടെന്ന് ഭേദമാകട്ടെ എന്നുള്ളൊരു ആശംസയാണിത്. മേ ഷീ ഏൺ എ ലോട്ട് ഓഫ് മണി. ഇതിപ്പോൾ പൈസ ഉണ്ടാക്കാനാണ് എല്ലാവരും ആഗ്രഹം. അപ്പോൾ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ കിട്ടി പോകാൻ പോകുമ്പോഴേക്കും ധാരാളം പണം ഉണ്ടാക്കട്ടെ എന്നുള്ളൊരാശംസ. അതായത് മേ ഷീ ഏൺ എ ലോട്ട് ഓഫ് മണി. അവൾ ധാരാളം പണമുണ്ടാക്കട്ടെ എന്നുള്ള ഒരു ആശംസയാണ് ഇത്. 4-മതായി നമ്മൾ റിക്വസ്റ്റ് നടത്തുന്ന സമയത്ത്, എന്തെങ്കിലും അഭ്യർത്ഥനകൾ നടത്തുന്ന സമയത്ത് മേ എന്ന് പറയുന്ന പദം നമുക്ക് ഉപയോഗിക്കാം. അതെങ്ങനെയാണ് ഈ റിക്വസ്റ്റിന് മേ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ പ്ലീസ്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ദയവായി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇതൊരു അഭ്യർത്ഥനയാണ്. ചോദ്യം ചോദിക്കാനായിട്ടുള്ള ഒരു അഭ്യർത്ഥന. മേ വി ഗോ ഹോം നൗ. ഞങ്ങളിപ്പോൾ വീട്ടിൽ പോയിക്കോട്ടെ. ഇത് ഒരു റിക്വസ്റ്റ് നടത്തിയാണ്, വീട്ടിൽ പോകുന്നതിന് വേണ്ടിയുള്ള റിക്വസ്റ്റ്. മേ വി സ്പീക്ക് ടു ദ മാനേജർ. ഞങ്ങൾ മാനേജറോട് സംസാരിച്ചോട്ടെ. ഇത് മേ ഉപയോഗിച്ചുകൊണ്ടുള്ള വേറൊരു റിക്വസ്റ്റാണ്. മേ ഐ ഇൻവൈറ്റ് എ ഫ്രണ്ട് ടു കം ടു ദ പാർട്ടി. പാർട്ടിക്ക് വരുന്നതിന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂടി ക്ഷണിച്ചോട്ടെ എന്നുള്ള ഒരു റിക്വസ്റ്റാണ് നമുക്ക് ഈ സെൻറ്റൻസിൽ കാണാൻ കഴിയുന്നത്. 2-മത്തെ വാക്കാണ് മൈറ്റ് എന്ന് പറഞ്ഞാൽ. മൈറ്റ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് റെഫറൻസിലാണ്, പാസ്റ്റ് കാണിക്കുന്നതിന് വേണ്ടിയാണ്. മേ എന്ന പദത്തിന്റെ പാസ്റ്റ് ഫോമാണ് മൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മൈറ്റ് എങ്ങനെയാണ് നമ്മൾ സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നതെന്നും ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് മൈറ്റ് ഉപയോഗിക്കാമെന്നും നമുക്ക് നോക്കാം. 1-മതായി നമ്മൾ മേ ഉപയോഗിച്ച പോലെ തന്നെ മൈറ്റും നമുക്ക് പോസിബിലിറ്റിയെ കാണിക്കുന്നതിന് ഉപയോഗിക്കാം. അപ്പോൾ പോസിബിലിറ്റി, അതായത് സാധ്യത കാണിക്കുന്നതിന് മൈറ്റ് എങ്ങനെ ഉപയോഗിക്കുമെന്ന് നമുക്ക് സെന്റൻസുകളിലൂടെ പരിചയപ്പെടാം. ഇറ്റ് മൈറ്റ് റെയിൻ ടുനൈറ്റ്. ഇന്ന് രാത്രി മഴ പെയ്തേക്കാം. ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ പെയ്തേക്കാം എന്നുള്ളൊരർത്ഥമാണ് ഇവിടെ മൈറ്റ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കാര്യങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് ഒരു ലീസ്റ്റ് പോസിബിലിറ്റി, വളരെ കുറഞ്ഞ സാധ്യതയേ ഉള്ളൂ എന്ന് കാണിക്കുന്നതിനാണ് മൈറ്റ് ഉപയോഗിക്കുന്നത്. ഐ മൈറ്റ് നോട്ട് കം ടു ദ മീറ്റിംഗ്. ഞാൻ മീറ്റിങ്ങിൽ വരാതിരിക്കാനായിട്ട് വളരെ ചെറിയ സാധ്യത മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ മീറ്റിങ്ങിന് വരാനാണ് കൂടുതൽ സാധ്യത എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഷീ മൈറ്റ് ഗോ ടു ജപ്പാൻ ടു സ്റ്റഡി ജാപ്പനീസ്. ജാപ്പനീസ് ഭാഷ പഠിക്കുന്നതിന് വേണ്ടി അവൾ ജപ്പാനിൽ പോകാനായിട്ട് വളരെ ചെറിയ സാധ്യതയേ ഉള്ളൂ. അതായത് അവൾ പോകാതിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദേ മൈറ്റ് നോട്ട് ലൈക്ക് വെരി ഹോട്ട് ഫുഡ്. അവർക്ക് ചൂടുള്ള ഭക്ഷണം ഇഷ്ടപ്പെടാതിരിക്കാൻ ചെറിയൊരു സാധ്യതയെ കാണുന്നുള്ളൂ. അതായത് അവർക്ക് ചൂടുള്ള ഭക്ഷണം തന്നെയായിരിക്കും ഇഷ്ടം എന്നാണ് ഈ സെൻറ്റൻസിലൂടെ ഈ ഒരു ലീസ്റ്റ് പോസിബിലിറ്റിയെ കാണിക്കുന്ന മൈറ്റ് എന്ന പദത്തിലൂടെ അർത്ഥമാക്കുന്നത്. ടോം മൈറ്റ് വിൻ ദിസ് ഗെയിം. ടോം ഈ ഗെയിമിൽ ജയിക്കാൻ ചെറിയൊരു സാധ്യതയാണ് കാണുന്നത്. അതായത് അതിനർത്ഥം ടോം ഈ ഗെയിം ജയിക്കാനായിട്ട് സാധ്യത തീരെ ഇല്ല എന്നാണ്. 2-മതായി മൈറ്റ് ഉപയോഗിക്കുന്നത് സജഷൻ കൊടുക്കുന്നതിന്, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനായിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് മൈറ്റ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. യു മൈറ്റ് ട്രൈ എ ലിറ്റിൽ മോർ ചില്ലി ഇൻ ദ സോസ് നെക്സ്റ്റ് ടൈം. അടുത്ത പ്രാവശ്യം നിങ്ങൾ സോസ് ഉണ്ടാക്കുമ്പോഴേക്കും കുറച്ചുകൂടി മുളക് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതൊരു നിർദ്ദേശമായിട്ടാണ് കൊടുക്കുന്നത്. ഐ തോട്ട് യു മൈറ്റ് വാണ്ട് ടു ജോയിൻ മീ ഫോർ ദ ഡിന്നർ. അതായത് ഇന്ന് ഡിന്നറിന് നിങ്ങൾ കൂടെ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് വരണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഈ സെൻറ്റൻസിലൂടെ കിട്ടുന്നത്.
യു മൈറ്റ് ലൈക്ക് ടു ടെൽ യുവർ പാരൻസ് അബൌട്ട് ദ പ്രോബ്ലം. ഈ പ്രശ്നത്തെക്കുറിച്ച് നീ നിൻ്റെ മാതാപിതാക്കളോട് പറയണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഈ സെൻറ്റൻസിലൂടെ അർത്ഥമാക്കുന്നത്. യുവർ ഫോൺ മൈറ്റ് ബി ഇൻ ദ കിച്ചൺ. നിൻ്റെ ഫോൺ കിച്ചണിലായിരിക്കും. കിച്ചണിൽ പോയി നോക്കൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഈ സെൻറ്റൻസിലൂടെ നമുക്ക് കിട്ടുന്നത്. മൂന്നാമതായി മൈറ്റ് ഉപയോഗിക്കുന്നത് കണ്ടീഷണൽ ആയിട്ടാണ്. കണ്ടീഷണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. അതൊരു കണ്ടീഷൻ, ഒരു വ്യവസ്ഥ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ വ്യവസ്ഥകൾ കാണിക്കുന്നിടത്ത് നമുക്ക് മൈറ്റ് ഉപയോഗിക്കാം. എങ്ങനെയാണ് വ്യവസ്ഥകളുടെ സെൻറ്റൻസുകളിൽ മൈറ്റ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇഫ് ഐ ഡ്രിങ്ക് വൺ മോർ കോഫി ഐ മൈറ്റ് ഫീൽ ബെറ്റർ. ഒരു കോഫി കൂടി കുടിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ബെറ്ററായി തോന്നിയേനെ. അപ്പോൾ ഒരു കോഫി കൂടി കുടിക്കുകയാണെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് ഐ മൈറ്റ് ഫീൽ ബെറ്റർ എന്ന് പറയുന്നത്. ഇഫ് യു ഡ്രോപ്പ് ദ ഗ്ലാസ് ഇറ്റ് മൈറ്റ് ബ്രേക്ക്. ഗ്ലാസ് തറയിലിട്ടാൽ അത് പൊട്ടിപ്പോകും. അതായത് തറയിലിടുകയാണെങ്കിൽ ഇഫ് യു ഡ്രോപ്പ് ദ ഗ്ലാസ്, ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മൈറ്റ് ബ്രേക്ക്, അത് പൊട്ടിപ്പോകും എന്ന് പറയുന്നത് ആ വ്യവസ്ഥയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇഫ് ഐ ഡിഡ്ന്റ് ഹാവ് ടു സ്റ്റഡി ഐ മൈറ്റ് ഗോ ഔട്ട്. എനിക്ക് പഠിക്കാനൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് പുറത്ത് പോകാമായിരുന്നു. പഠിക്കാനൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്നതാണ് ഇവിടുത്തെ വ്യവസ്ഥ. ഐ മൈറ്റ് ഗോ ഔട്ട്, അതായത് ഞാൻ പുറത്ത് പോകുമായിരുന്നു എന്ന് പറഞ്ഞത് പഠിക്കാനൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്നുള്ളതിനെ ആശ്രയിച്ച് നിൽക്കുന്നു. ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ ഐ മൈറ്റ് സ്റ്റേ അറ്റ് ഹോം. നാളെ മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ വീട്ടിലിരിക്കുമായിരുന്നു. ഇവിടെ ഇഫ് ഇറ്റ് റെയിൻസ് എന്നുള്ള ഒരു കണ്ടീഷനെ ആശ്രയിച്ചിരിക്കുകയാണ് ഞാൻ വീട്ടിലിരിക്കുമായിരുന്നു എന്നുള്ള കാര്യം. മേ, മൈറ്റ് എന്നീ രണ്ട് പദങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടു. രണ്ട് പദങ്ങൾ ഉപയോഗിക്കുക, സെൻറ്റൻസുകളിൽ ഉപയോഗിക്കാം, സംസാരത്തിൽ ധാരാളമായി ഉപയോഗിക്കാം. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ വർക്കുകൾ ചെയ്യാം. ട്രാൻസ്ലേറ്റ് ഇൻ ടു ഇംഗ്ലീഷ്. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ വിജയിച്ചേനെ. If I had studied, I might have passed. ഒരു കുട കൂടി എടുത്തു, ഒരു പക്ഷേ മഴ പെയ്തേക്കാം. Take an umbrella, it might rain. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സത്യമായി തീരട്ടെ. May all your dreams come true. അവൻ നാളെ സ്കൂളിൽ വരാനാണ് കൂടുതൽ സാധ്യത. He may come to the school tomorrow. ദയവ് ചെയ്ത് എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരാമോ? May I have some water, please? നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.